Hi dears, welcome to ASHBICREATIONS. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റിൻ്റെ നെക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ബീഡ്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. റെയിൻബോ കളറിലെ കട്ട് ബീഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇതുപോലൊരു പാക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എന്താ പറയുക, എംബ്രോയിഡറി ഒക്കെ ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 2 ബീഡ്സ് വേണം. അപ്പോൾ ആൻറ്റി ഗോൾഡ് കളറിലെ 2 ബീഡ്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവൈലബിൾ ആണ്, മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്റ്റോൺസ് ആണ് വേണ്ടത്, സിൽവർ കളറിലെ സ്റ്റോൺസ്. ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു വർക്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനാണ് കേട്ടോ. ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. പിന്നെ നമുക്ക് സിൽക്ക് ത്രെഡ് വേണം, റെഡ് കളറിലെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റെയിൻബോ കളറിൽ തന്നെ ഷുഗർ ബീഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു റൗണ്ട് കണ്ടോ, ആ റൗണ്ടുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു സൈസിലെ ബീഡ്സ്, വൈറ്റ് കളറിലെ ബീഡ്സ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ഞാൻ പിക്ചറൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, പാറ്റേൺ കാണിക്കേണ്ട ആവശ്യം തോന്നിയില്ല. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. കാരണം ആദ്യം നമ്മൾ നെക്ക് എന്തായാലും മാർക്ക് ചെയ്ത് കൊടുക്കും. ആ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിനകത്തുനിന്ന് താഴേക്ക് എത്രയാണോ നിങ്ങൾക്ക് അളവ് വേണ്ടത്, എത്ര ഇഞ്ചാണ് താഴേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ അല്ലെങ്കിൽ യു ഷേപ്പിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ബീഡ്സ് ഫിക്സ് ചെയ്ത ഭാഗത്തൊക്കെ നമ്മൾ റിംഗ് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു 8 സ്ട്രാൻഡ്സിൽ ഞാൻ സിൽക്ക് ത്രെഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബീഡ്സിന് ചുറ്റിനുമായിട്ട് പെറ്റൽസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴേക്ക് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത്, അതായത് നെക്കിൻ്റെ താഴേക്ക് എത്ര ഇഞ്ച് ഇറക്കമാണോ നിങ്ങൾക്ക് വേണ്ടത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്താണ് ഈ റൗണ്ട്സ് മാത്രം നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു റൗണ്ട്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വേണം ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ മുകളിലത്തെ ആ ഒരു നമ്മുടെ നെക്ക് മാർക്ക് ചെയ്ത ഭാഗത്തെ ആ ഒരു ബോർഡർ ലൈനൊക്കെ ഒന്ന് നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് യൂസ് ചെയ്ത് റെയിൻബോ കളറിലെ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഓരോ ബീഡ്സ് വെച്ചിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നോർമൽ നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ആരി വർക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആരി വർക്ക് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബോർഡർ ഡിസൈൻ നീഡിൽ വെച്ചിട്ട് നീഡിൽ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതറിയാൻ വയ്യാത്ത ആൾക്കാർ ഇതുപോലെ ചെയ്തു പോയാൽ മതി. നമ്മൾ ആരി നീഡിൽ വെച്ച് എങ്ങനെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്കിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ബോർഡർ ലൈൻ ഫുള്ളായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ മുകളിലും താഴെയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്നുണ്ടല്ലോ, താഴത്തെ ആ ഒരു ബോർഡർ ലൈനിൽ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുള്ള കുറച്ച് ഗ്യാപ്പുള്ള ഭാഗമൊക്കെ ഉണ്ട്, ഫ്ലവേഴ്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഞാൻ B7000 എന്ന് പറഞ്ഞ ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാം നമ്മളുടെ ഈ ഒരു സിൽവർ സ്റ്റോൺ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക ആൻറ്റി ഗോൾഡ് കളറിലെ 2 ബീഡ് ഒന്ന് ഫിക്സ് ചെയ്ത് അവിടെ എവിടെയൊക്കെ ആയിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് കേട്ടോ. ഇവിടെ ബീഡ്സ് ഫുള്ള് ഫില്ലിങ് വരുന്നതേ ഉള്ളൂ. ത്രെഡ് മാത്രം നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം നമ്മൾ ഈ ഒരു ബീഡ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ബീഡ്സ് നമ്മൾ കാണിച്ചല്ലോ ആദ്യം, റെയിൻബോ കളറിലെ കട്ട് ബീഡ്സ്. ആ കട്ട് ബീഡ്സ് ഇതുപോലെ അത്യാവശ്യം അടുപ്പിച്ചൊന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്താണ് നമ്മളുടെ എന്താ പറയുക ബാക്കി കുറച്ച് കുഞ്ഞു ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും. ആ ഭാഗത്തൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു ഷുഗർ ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് താഴത്തെ ബോർഡർ ലൈൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് താഴേക്ക് ഒരു 3 കട്ട് ബീഡ്സ് വെച്ചിട്ട് 2 സൈഡിലേക്ക് ഒന്ന്
ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 3 വെച്ചിട്ട് കേട്ടോ. പിന്നെ സെൻറ്ററിലായിട്ട് ഒരു 3 കട്ട് പീസ് വെച്ചിട്ട് താഴേക്ക്. അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിൽ, ഒരു ലീഫ് ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കുക. അത് ഇതുപോലെയാണ് നമ്മുടെ വർക്ക് കഴിയുമ്പോൾ വരുന്നത്. ഇതുപോലെ ഗ്യാപ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പാർട്ടി വെയർ സൽവാർ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് തന്നെ നമുക്ക് സ്ലീവിനും കൊടുക്കാം കേട്ടോ. വർക്ക് സ്ലീവിനും നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് കൊടുത്തു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കനും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്